വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. ലിവർപൂൾ വെസസ് മാൻ യുണൈറ്റഡ്, ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഗ്രേറ്റസ്റ്റ് റൈവൽറി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ വല്ല കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം ഞാൻ ഫുട്ബോൾ കാണാൻ തുടങ്ങിയ സമയം തൊട്ട് ഇന്ന് വരെ ഒരു ടീം നല്ലതാണെങ്കിൽ മറ്റേ ടീം മോശമായിരിക്കും. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെ നല്ല സമയം ഉണ്ടായിരുന്നു, ആ സമയത്ത് ലിവർപൂൾ മോശമായിരുന്നു. ഇപ്പോൾ ലിവർപൂളിൻ്റെ ടൈമാണ്, നമ്മൾ വളരെ വളരെ ശോകമാണ്. സോ ടേബിളിലേക്ക് മാത്രം നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. ലിവർപൂൾ 1-ാം സ്ഥാനത്ത്, അവർക്ക് 45 പോയിന്റ് ഉണ്ട്. നമ്മൾ 14-ാം സ്ഥാനത്ത് 22 പോയിന്റാണ്. നമ്മളെക്കാൾ ഡബിൾ പോയിന്റ്സ് അവർക്കുണ്ട്. അവരുടെ ഗോൾ ഡിഫറൻസ് 28ആണ്, നമ്മുടെ ഗോൾ ഡിഫറൻസ് -5. നമ്മളൊരു റെലിഗേഷൻ ബാറ്റിലാണ്, അവരൊരു ടൈറ്റിൽ റേസിലാണെന്ന് പറയാം. ഇതിലേറെക്കുറെ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇന്നലെയാണെങ്കിൽ ആഴ്സണൽ ബ്രൈറ്റനായിട്ട് സമനില. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർലി അവരുടെ മുമ്പിൽ ടൈറ്റിൽ അടിക്കാനുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. സോ നമ്മുടെ കഴിഞ്ഞ 4 മത്സരങ്ങളും തോറ്റിരിക്കുകയാണ്. അതിനകത്ത് ഒരെണ്ണം ടോട്ടനമായിട്ടുള്ള കർബാവോ കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ലീഗിൽ അങ്ങനെ 3 മത്സരങ്ങൾ നമ്മൾ അടുപ്പിച്ച് പൊട്ടിയിട്ടുണ്ട്. ലിവർപൂൾ എന്നാണ് അവർ അവസാനം ഒരു മത്സരം തോറ്റതെന്നുള്ള കാര്യം പോലും അറിയില്ല. അവർ നോട്ടിംഗ്ഹാമിനെതിരെ ആണ് മോശം പ്രകടനം കാഴ്ചവെച്ചത്. പിന്നീട് അതിന് ശേഷം അവർ വളരെ നല്ല രീതിയിലാണ് ആർനെ സ്ലോട്ടിൻ്റെ അണ്ടറിൽ പെർഫോം ചെയ്യുന്നത്. അവരുടെ സ്റ്റാർ മാൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, മുഹമ്മദ് സല തന്നെയാണ്. 18 മത്സരങ്ങളിൽ 17 ഗോളുകളും 13 അസിസ്റ്റും. ദാറ്റ് മീൻസ് 30 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ഇൻ 18 ലീഗ് ഗെയിംസ്. നമ്മുടെ ഏതെങ്കിലും പ്ലെയറിന് അതിൻ്റെ ഏതെങ്കിലും പരിസരത്ത് പോലും എത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ അത്രയും നല്ല രീതിയിലാണ് അവിടെ സ്ഥലം കളിക്കുന്നത്. ഇനിയിപ്പോൾ ഓവറോൾ അവരെങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2-3-1 ലൈനപ്പ് ചെയ്യാറ്. അതുപോലെ അതൊരു 4-2-4 എന്നുള്ള രീതിയിലേക്ക് മാറും. ഡബിൾ പിവറ്റ്, അതായത് മക്കാലിസ്റ്ററും ഗ്രാവൻബർഗുമാണ് മിഡ്ഫീൽഡിൽ കളിക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാവൻബർഗ് ആണെങ്കിൽ വേൾഡ് ക്ലാസ് ഫോമിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു കളിയാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ അണ്ടറിൽ, സ്ലോട്ടിൻ്റെ അണ്ടറിൽ അവരങ്ങനെ ഓവറായിട്ടുള്ള റിസ്കി അപ്രോച്ചൊന്നുമില്ല. ഇപ്പോൾ ക്ലോപ്പിൻ്റെ അണ്ടറിൽ പുള്ളിക്കാരൻ കുറേ കൂടിയും റിസ്കി അപ്രോച്ചൊക്കെ എടുക്കുമായിരുന്നു പല സമയത്തും. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്ലോട്ടിൻ്റെ അണ്ടറിലില്ല. ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് ഡിഫെൻഡ് ചെയ്യുക, അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് അറ്റാക്ക് ചെയ്യുക, കൗണ്ടർ അടിക്കേണ്ട സമയത്ത് കൗണ്ടർ അടിക്കുക, പ്രസ് ചെയ്യേണ്ട സമയത്ത് പ്രസ് ചെയ്യുക. അവർ ഹൈ പ്രസ് ചെയ്യേണ്ട സമയത്ത് അവർ ഹൈ പ്രസ് ചെയ്യും. ബോൾ വേഗം റിക്കവർ ചെയ്തെടുക്കാൻ നോക്കും. അങ്ങനെ ഒരു മിനി ട്രാൻസിഷൻ ഉണ്ടാക്കാൻ നോക്കി അവിടെ നിന്ന് പോയി അടിക്കും. അപ്പോൾ അതിനെ പറ്റിയ പ്ലെയേഴ്സൊക്കെ അവിടെ ഉണ്ട്. ഗ്യാക്പോയും അതുപോലെ തന്നെ സലയൊക്കെ ആണെങ്കിൽ ഡേഞ്ചർ മെന്നാണ്. അതുപോലെ ഇവരെയൊക്കെ ഡിഫെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാലും അത് അതിലും വലിയ പണിയാണ്. നമ്മുടെ ടീമിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും യാതൊരു ഐഡിയ ഇല്ല. മാത്രമല്ല ഇപ്പോൾ ലിവർപൂളിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അവർ ബോളില്ലാത്ത സമയത്ത് അവർ മിഡ് ബ്ലോക്കോ ലോ ബ്ലോക്കോ ഒക്കെ ഇടുകയും ചെയ്യും. അതുപോലെ തന്നെ അവർ വളരെ കോമ്പാക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടീമാണ്. അവർ ബോളില്ലെങ്കിൽ അവർ നന്നായിട്ട് തന്നെ കോമ്പാക്ട് ചെയ്ത് പാസിംഗ് ലൈൻസൊക്കെ മിനിമൈസ് ചെയ്ത് കോമ്പാക്റ്റ് ആയിട്ട് ഇരുന്ന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പോയി കൗണ്ടർ അടിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലാണ് അവർ കളിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ലിവർപൂളിനെ പറ്റി പറയാം. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലെയേഴ്സിനൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ അത് മാനേജറിന് മിടുക്കാണ്. മാനേജറിന് ആ ഒരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് പുതിയതായിട്ട് വന്നിട്ട് തന്നെ ഒരു കംപ്ലീറ്റ്ലി ടീമിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാനും അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ മാനേജറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് തിങ് ആണ് നമ്മുടെ ക്ലബ്ബിൽ സംഭവിക്കുന്നത്. അമോറിമിൻ്റെ അണ്ടറിൽ നമ്മളൊരു ഡിഫെൻസീവിലേക്ക് നമ്മൾ സോളിഡായിട്ട് കുറച്ച് നാളൊന്ന് ബെറ്റർ ആവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റാണ് കൂടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ 100% ഒരു രീതിയിലും വിജയം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഡ്രോ എന്ന് പറഞ്ഞാൽ പോലെ ഒരു പോസിറ്റീവ് റിസൾട്ടാണ്. സോ എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പോസ്റ്റ് മാച്ച് വീഡിയോ, അതല്ലെങ്കിൽ കോൺ ബി ആസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. സോ ഗായ്സ്, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. ഇവിടെ ഒരു കുയിൽ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് തന്നെ പോകാൻ തുടങ്ങിയതാണ്, എന്താണെന്നറിയില്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.